ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമുക്ക് ഓണം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഈ സാധാ പോലുള്ള വീഡിയോ തുടങ്ങിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറക്കാറായി. എല്ലാവരും ഓണം നല്ലപോലെ ആഘോഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ എല്ലാ വിശേഷങ്ങളും മിതമായിട്ട് ആഘോഷിക്കണം. ഒന്നും ആഘോഷങ്ങളും മാറ്റിവെക്കരുത്. കഴിയുന്നതും നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാൻ ശ്രമിക്കണം. പലരും ടൂറ് പോയി നല്ല ഹോട്ടലിൽ ഫുഡ് വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നത്. ഓണമല്ല, എല്ലാ വിശേഷ ദിവസങ്ങളും പുറത്തു പോവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് വീട്ടിൽ ഇരിക്കുകയാണ് ഓണം. അതുപോലെ എല്ലാ ആഘോഷങ്ങളും വീട്ടിൽ ആയിരിക്കണം എന്നാണ്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും അങ്ങനെ വീടിനെ ഉപേക്ഷിച്ചിട്ടുള്ള എല്ലാ ആഘോഷങ്ങളെക്കാട്ടിലും വീട്ടിലെല്ലാവരും വരുന്നവർ വരിക, ഉള്ളവർ വന്നാലും അത് ആഘോഷമാക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വീടിനായിരിക്കണം എല്ലാ വിശേഷങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത്. വീട്ടിലിരുന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കുകയും എല്ലാ ആഹാരവും ഒരുമിച്ച് കഴിക്കാൻ ശ്രമിക്കുകയും. നമുക്ക് വെളിയിൽ പുറത്ത് ആഘോഷിക്കാൻ പോകണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോകാം. പിന്നെ ചിലവർക്ക് ലീവ് കിട്ടില്ല എന്നെങ്കിൽ അവർ ചിലപ്പം ഈ അവധിക്കൊക്കെ ആയിരിക്കും പോകാൻ ശ്രമിക്കുക. അല്ലാത്തവർ കഴിയുന്നതും ഓണത്തിന് വീട്ടിൽ ആഘോഷിക്കാൻ ശ്രമിക്കണം. നമുക്ക് അങ്ങനെ നമ്മുടെ അടുത്ത തലമുറയെ അതൊക്കെ ശീലിപ്പിച്ചെടുക്കണം. അതിൻ്റെ ഗുണവും അതിൻ്റെ സന്തോഷവും അവർ മനസ്സിലാക്കും. നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകത ഒന്നുമില്ല. ഇന്ന് 1-ാം തീയതിയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൗരവവും ഒരു ഉത്സാഹവുമാണ്. അതുകൊണ്ട് ഉണ്ടോ വെച്ചാൽ ഗുണമുണ്ട്, ഒരു ഉന്മേഷം ഉണ്ടാവും. ഇന്ന് 1-ാം തീയതിയാണ്, ഒരു ശ്രദ്ധ. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഏത് മതക്കാരുടെ ആയാലും അവരത് നമ്മളെടുക്കുന്ന ഗൗരവം അനുസരിച്ച് കുട്ടികളും അത് മനസ്സിലാക്കും. നമ്മൾ ഏത് ചെറിയ കാര്യത്തിലും ഒരു ഗൗരവം എടുക്കുകയാണെങ്കിൽ അത് കുട്ടികളും അതേ ഗൗരവത്തിൽ അവർ അടുത്ത തലമുറയെ അതുപോലെ തന്നെ പാലിച്ചു കൊണ്ടുപോകും. ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ മാറ്റി വെച്ചാൽ എന്താണ് ഗുണം? ഇത് ആഘോഷങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, വേറെ ആഘോഷങ്ങളുണ്ടാകും. പല മോശമായിട്ടുള്ളതും നമ്മൾ ആഘോഷിക്കും. അപ്പം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ അത് ഗൗരവം കൊടുത്ത് നമ്മൾ ആഘോഷിച്ച് കാണിച്ച് അവർക്കും അതിൻ്റെ ഒരു സന്തോഷവും ഉത്സാഹവും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്നത് മാറുകയില്ല. വലുതാകുമ്പോഴും അവരുടെ അടുത്ത തലമുറയെ ഈ ആഘോഷങ്ങളൊക്കെ അവർ ഗൗരവമായിട്ട് തന്നെ എടുക്കും. ഇതൊക്കെ തന്നെയാണ് ജീവിതം. ഇതിൽ വലുതായിട്ടൊന്നുമില്ല. ഇതൊക്കെ ചെറിയ നിസ്സാര കാര്യം ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. ഇതൊക്കെ തന്നെയാണ് ജീവിതം മുഴുവനായിട്ടും. നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഓരോന്നിനും ഉത്സാഹം കൂടും. ചെറുപ്പത്തിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പം ഉള്ളിൽ നമുക്ക് ഭയങ്കര ആനന്ദമായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓരോ ബാധ്യതയും കുട്ടികളൊക്കെ ആകുമ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉത്സാഹിക്കും. പിന്നെ പ്രായമാകുമ്പം ഇതിൻ്റെ ഓർമ്മകളായിരിക്കും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആഘോഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രായമാകുമ്പോൾ നമ്മൾ എന്താണ് നമുക്ക് ഓർക്കാനുള്ളത്? നമ്മൾ ഓരോ സമയത്തും ആഘോഷിച്ചെങ്കിൽ മാത്രമേ അതൊരു ആഘോഷമാവുകയുള്ളൂ, അത് മനസ്സിൽ നിൽക്കുകയുള്ളൂ. അത് അടുത്ത തലമുറയും നമുക്ക് നമ്മുടെ പൂർവികർ ഓരോന്ന് ആഘോഷിച്ചത് കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ആഘോഷിക്കുന്നതും അതിൻ്റെ സൗന്ദര്യം നമ്മുടെ മനസ്സിൽ വരുന്നതും അതിന് ആനന്ദം നമ്മൾ അനുഭവിക്കുന്നതും. അതേപോലെ നമ്മുടെ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ അവർക്ക് സന്തോഷമായിട്ട് ഓർക്കാൻ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ആചരിച്ച് കാണിക്കണം. അപ്പോൾ കഴിയുന്നതും നമ്മൾ വീട്ടിൽ എല്ലാ ആഹാരങ്ങളും പലഹാരങ്ങളും സദ്യകളും ഒക്കെ ചെറിയ തോതിലായാലും മതി വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതെല്ലാവരും കൂടുമ്പോൾ ഒന്നാണ് ഇമ്പം എന്ന് പറയുന്ന പോലെ, കുടുംബം എന്ന് പറയുന്ന പോലെ നമ്മളിതെല്ലാം ആഘോഷിക്കുമ്പോൾ അതൊരാഘോഷമാകും ചെറുതായാലും. അത് നമ്മൾ വിചാരിക്കാതെ കൂടുതൽ സന്തോഷമായിരിക്കും തരുന്നത്. പിന്നെ നമ്മൾ ഓർക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെറുതായാലും ആഘോഷിച്ചാൽ പിന്നീട് ആലോചിക്കുമ്പോൾ എന്ത് സന്തോഷമായിപ്പോയി നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും ചെയ്യാം. ചിക്കൻ പെരട്ടും ചപ്പാത്തി നല്ല ടേസ്റ്റാണ്. അതെങ്ങനെ ചെയ്ത് നോക്കിയാലോ?
മുളകും മല്ലിയും വറുത്താണ് ചെയ്യുന്നത്. കുറച്ച് തേങ്ങയും എടുക്കുന്നുണ്ട്. പച്ചമല്ലി നമ്മൾ കഴുകി ഉണക്കി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഒരു നാരങ്ങ നീരും എടുക്കുന്നുണ്ട്. കുറച്ച് വറ്റൽമുളകും കുറച്ച് തേങ്ങയും. നമുക്ക് ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കുറച്ച് നാരങ്ങ നീരും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് നാരങ്ങ നീരിൽ നമുക്കൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കൊരു പാനിൽ കുറച്ച് മല്ലി ചൂടാക്കാം. ആദ്യം മല്ലി കുറച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മുളക് വറ്റലും ചേർത്ത് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. മുളകും മല്ലിയും മൂത്ത് വന്നിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു പിടി തേങ്ങ വറുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെരുംജീരകം, 1-2 ഗ്രാം, 1 ഗ്രാമ്പ് മതിയാവും, കുറച്ച് പട്ട, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങയുടെ കൂടെ പെരുംജീരകവും പട്ടയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ശകലം 1/2 സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. മുളകും വറ്റൽ നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. ഇനി മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുളകും മല്ലിയും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ചൂടാക്കിയ തേങ്ങയും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ ചേർത്തതും അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. നല്ലപോലെ ഒരുവിധം തരിയായിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ മതിയാവും. തേങ്ങയും പെരുംജീരകവും എല്ലാം കൂടെ വറുത്തതും കൂടെ പൊടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊടിച്ചെടുത്ത് വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായി കട്ട് ചെയ്തിട്ട് എണ്ണയിൽ നമുക്ക് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഇഞ്ചി പച്ചമുളകൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാളയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മുളകും മല്ലിയും തേങ്ങയും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതും ആ കൂട്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ കൂട്ടിലോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർക്കാം. ചിക്കൻ നല്ലപോലെ ഇളക്കി നോക്കി. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നപ്പോൾ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് അടച്ച് വേവിക്കാം. ഒരു 25 മിനിറ്റോളം നമുക്ക് അടച്ച് വേവിക്കാം. ചിക്കൻ പുരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ പുരട്ടാണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കണമെങ്കിൽ ഇത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ തൂവി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി ചപ്പാത്തിയും കൂടെ ചെയ്തെടുക്കാം. ചപ്പാത്തിയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.